അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മടക്കം വൈകും. ലോഞ്ചിംഗ് പാഡിലെ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് സ്പേസ് എക്സ് ക്രൂ 10 ദൌത്യം മാറ്റിവെച്ചു. അന്താരാഷ്ട്ര നിലയത്തിലെ 4 പേരെ കൂടി എത്തിക്കാനുള്ള ദൌത്യം വൈകുന്നതിനെ തുടർന്നാണ് ഇവരുടെയും മടക്കം വൈകുന്നത്. വിവരങ്ങളുമായി മധു കൊട്ടാരക്കരയുണ്ട് അല്ലേ? മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിംഗ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ നിറയെ പൊങ്കാലക്കരങ്ങൾ നിരത്തി വെച്ചിരിക്കുന്ന ഈ വീതിയിലാണ്, തമ്പാനൂരാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ പോകേണ്ടത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്കാണ്. എന്തുകൊണ്ടാണ് ഈ ദൌത്യം വൈകുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ അറിയിക്കുന്നത്? ഗുഡ് മോർണിംഗ് മേഘ്ന, ഗുഡ് മോർണിംഗ് പ്രവിത. ഇങ്ങനെ ഈ യാത്ര വൈകുകയാണ്, മിക്കവാറും ഈ യാത്ര ഇങ്ങനെ വൈകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാസയൊക്കെ പൊങ്കാലയിടേണ്ട ഒരു സമയമായെന്ന് തോന്നുന്നു. അവസാന നിമിഷമുണ്ടായ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നതോടെ ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ സുനിത വില്യംസിന്റെ യാത്ര ഇനിയും നീളും എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നാസയും സ്പേസ് എക്സും സംയുക്തമായി നടത്താനിരുന്ന ക്രൂ 10 ബഹിരാകാശ ദൗത്യമാണ് ഇന്ന് അവസാന നിമിഷമുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് മാറ്റിവെച്ചത്. ഇപ്പോൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുള്ള ഈ ക്രൂ മെമ്പേഴ്സിനെ ഒക്കെ തിരികെ എത്തിക്കുന്ന ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സുനിതയും അതുപോലെ സഹയാത്രികനായ ബുച്ച് വിൽമോറിനെയും ഭൂമിയിൽ എത്തിക്കുവാൻ നാസ പദ്ധതിയിട്ടത്. ഈ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൽ ബഹിരാകാശത്തെത്തിയ സുനിതയും ബുച്ചുമൊക്കെ പേടകത്തിന് തകരാർ സംഭവിച്ചതോടെ കഴിഞ്ഞ 9 മാസമായി തിരികെ എത്തുവാൻ സാധിക്കാതെ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ റോക്കറ്റിന്റെ വിക്ഷേപണ തണയിൽ അവസാന നിമിഷം കണ്ടെത്തിയ ഒരു തകരാറാണ് ഈ ദൗത്യം ഇപ്പോൾ മാറ്റിവെക്കുവാൻ കാരണമായത്. ശരിക്കും ഇത് മാർച്ച് 26-ാം തീയതി ആയിരുന്നു ഈ ദൗത്യം. ഇത് നേരത്തെ ആക്കുകയായിരുന്നു. എന്നാണ് അടുത്ത ദൗത്യം എന്ന് നാസ വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും അധികം താമസിയാതെ തന്നെ ഈ തകരാർ പരിഹരിച്ച് ഈ ദൗത്യം പുനരാരംഭിക്കുവാൻ സാധിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ജൂണിൽ ബഹിരാകാശത്തെത്തിയ സുനിതയുടെയും ബുച്ചിന്റെയും മടങ്ങിവരവ് ഈ ബോയിങ് പേടകത്തിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം അന്ന് തകരാറിലായതോടെ അവരുടെ മടങ്ങിവരവിനുള്ള അനുമതി നാസ അന്ന് തടയുകയായിരുന്നു. മേഘ്ന.